മെഷീൻ എലമെൻസിൻ്റെ പുതിയൊരു മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മൊഡ്യൂൾ 6 ഡിസൈൻ ഓഫ് ഷാഫ്റ്റ്സ്. സോ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ റൊട്ടേറ്റിംഗ് മെഷീൻ എലമെൻറ്റ്. ഇതിൻ്റെ ഇറ്റ്സ് ഫോർ ട്രാൻസ്മിറ്റിംഗ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് എലമെൻ്റാണ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഷാഫ്റ്റിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സസ് എന്ന് പറയുന്നത് ആക്ച്വലി രണ്ടെണ്ണമാണ്. ടെൻസൈലും അതേപോലെ ബെൻഡിങ് സ്ട്രെസ്സസുമാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ, ഒരു എക്സ്ട്രാ ഒരു തേർഡ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ദ കോമ്പിനേഷൻ ഓഫ് ഈ പറയുന്ന ടെൻസൈൽ ആൻഡ് ബെൻഡിങ്. അപ്പോൾ ഈ മൂന്ന് സ്ട്രെസ്സസാണ് ഒരു ഷാഫ്റ്റിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഷാഫ്റ്റിൻ്റെ ഫെയിലിയർ കാരണമാകുന്നതും ഈ മൂന്ന് സ്ട്രെസ്സസ് തന്നെയായിരിക്കും. ടെൻസൈൽ സ്ട്രെസ്സ് അല്ലെങ്കിൽ ടോർഷണൽ അല്ലെങ്കിൽ ബെൻഡിങ് അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ. നോർമലി നമ്മൾ ഈ ഷാഫ്റ്റ് പഠിക്കുമ്പോൾ ഡയമീറ്റർ ഉള്ളതാണ് പഠിക്കുന്നത്. ദാറ്റ് മീൻസ് വിത്ത് എ സർക്കുലർ സെക്ഷൻ. പുള്ളി, ഗിയർ, സ്പ്രോക്കറ്റ്സ്, ഇങ്ങനെ അഡീഷണൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ ഇതിൽ സപ്പോർട്ടിങ് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഡിസൈൻ ഓഫ് എ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ എയിം എന്ന് പറയുന്നത് ടു ഫൈൻഡ് ദ കറക്റ്റ് ഷാഫ്റ്റ് ഡയമീറ്റർ കണ്ടുപിടിക്കുക എന്നതാണ് ഇതിൻ്റെ ഡിസൈൻ. ട്രാൻസ്മിഷൻ ഷാഫ്റ്റിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സാക്റ്റ് ഡയമീറ്റർ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ പ്രോബ്ലം ബേസിസിൽ രണ്ട് രീതി കണ്ടുപിടിക്കാം. സ്ട്രെങ്ത് മെത്തേഡിലും സ്റ്റിഫ്നെസ് മെത്തേഡ് അല്ലെങ്കിൽ റിജിഡിറ്റി മെത്തേഡ് എന്ന് പറയും. സ്ട്രെങ്ത് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് മെത്തേഡ്, ഈ രണ്ട് മെത്തേഡിലാണ് നമ്മൾ കോമൺ ആയിട്ടും ചെയ്യുന്നത്. സോ ഇനി കുറച്ച് ടൈംസേ ഉള്ളൂ, ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും പറയാം. എന്താണ് ആക്സിൽ, സ്പിൻഡിൽ എന്നൊക്കെ ഉള്ളത്. ആക്സിൽ എന്ന് പറയുന്നത് ഇതേപോലെ ഒരു നോൺ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിനെയാണ് നമ്മൾ ആക്സിൽ എന്ന് പറയുന്നത്. ഈ ആക്സിലിൽ ആക്ച്വലി അതൊരു ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനൊന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ആക്സിൽ എന്ന് പറയുന്നത് ഒരു ബെൻഡിങ് മാത്രമേ അവിടെ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അതൊരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സപ്പോർട്ടിങ് കമ്പോണൻ്റ് ആയിട്ടാണ് ആക്സിൽ ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഷോർട്ട് റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിനെയാണ് നമ്മൾ സ്പിൻഡിൽ എന്ന് പറയുന്നത്. ഈ ഡ്രില്ലിംഗ് മെഷീൻ്റെ ഒക്കെ കേസിലുള്ള അത്തരത്തിലുള്ള ഷോർട്ട് റൊട്ടേറ്റിംഗ് മെഷീൻ പാർട്ടിനെയാണ് നമ്മൾ സ്പിൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്നൻ ആക്സിൽ അല്ലെങ്കിൽ ഇന്ന സ്പിൻഡിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോബ്ലം വരും. സോ അങ്ങനെ കാണുന്ന പ്രോബ്ലംസൊക്കെ ഷാഫ്റ്റ് ഡിസൈൻ്റെ പ്രോബ്ലംസ് ആണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിക്കോണം. നെക്സ്റ്റ് വൺ ലൈൻ ഷാഫ്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമലി കമ്പാരിറ്റീവ്ലി ലെങ്ത് കൂടിയിട്ടുള്ള നമ്മുടെ മോട്ടറൊക്കെ ഡ്രൈവൺ ചെയ്യുന്ന ടൈപ്പ് ഷാഫ്റ്റിനാണ് നമ്മൾ ട്രാൻസ്മിഷൻ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ട്രാൻസ്മിഷൻ ഷാഫ്റ്റിൽ നിന്നും വേരിയസ് മെഷീൻ പാർട്സിലേക്ക് നമ്മൾ ഈ പവർ അല്ലെങ്കിൽ നമ്മുടെ ഈ മോഷനെ കൊടുക്കുന്നത് കൗണ്ടർ ഷാഫ്റ്റുകൾ വെച്ചിട്ടാണ്. കൗണ്ടർ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഇതിൻ്റെ അകത്തെ ടേംസൊക്കെ. സോ സ്ട്രെസ്സസ് ഇൻ ഷാഫ്റ്റ്, ഫസ്റ്റ് വൺ ടോർക്ക് അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ഡ്യൂ ടു ടോർക്ക്, അതാണ് ടോർഷണൽ ലോഡ്. നെക്സ്റ്റ് വൺ ബെൻഡിങ് സ്ട്രെസ്. തേർഡ് വൺ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ, കമ്പൈൻഡ് ടോർഷൻ ആൻഡ് ബെൻഡിങ് സ്ട്രെസ്. ദ കോസ് ഓഫ് ഫെയിലിയർ ഇൻ ഷാഫ്റ്റും ഈ മൂന്ന് രീതിയിൽ തന്നെ ആയിരിക്കും. ഷിയർ, ബെൻഡിങ്, കമ്പൈൻഡ് ടോർഷൻ ആൻഡ് ബെൻഡിങ്ങിലായിരിക്കും കോസ് ഓഫ് ഫെയിലിയർ ഉണ്ടാകും. ദ ഡിസൈൻ ഓഫ് ഷാഫ്റ്റ് ബേസ്ഡ് ഓൺ സ്ട്രെങ്ത്. നമ്മൾ പറഞ്ഞു സ്ട്രെങ്ത് മെത്തേഡ്, സ്റ്റിഫ്നെസ് മെത്തേഡ്, രണ്ട് മെത്തേഡുകളുണ്ട്. അപ്പോൾ ഒന്നാമത്തത് സ്ട്രെങ്ത് മെത്തേഡ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൊന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പേജസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കെ മഹാദേവൻ്റെ ഡേറ്റാ ബുക്ക് യൂസ് ചെയ്യുന്നവർ പേജ് നമ്പർ 50 നോക്കുക. PSG ഡേറ്റാ ബുക്കിനകത്ത് 7.21. സോ ഈ പേജസ് നോക്കിക്കൊള്ളുക. ഇതിൻ്റെ എല്ലാ ഇക്വേഷൻസും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ The shafts are ductile. To find diameter, the principal stress theory of failure is used. നമ്മൾ തിയറി ഓഫ് ഫെയിലിയർ ആദ്യമേ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചിരുന്ന തിയറി ഓഫ് ഫെയിലിയേഴ്സൊക്കെ. സോ ആ തിയറീസും നമ്മുടെ ഈ മൊഡ്യൂളിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പം കൺസിഡർ ചെയ്യുക ഔട്ട്സൈഡ് ഡയമീറ്റർ, ഇൻസൈഡ് ഡയമീറ്റർ. ഡി ഇന്നർ കാണുന്നിടത്തൊക്കെ ഡി ഇന്നർ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ഡയമീറ്ററും ഡി ഔട്ടർ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഡയമീറ്ററും ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ഷാഫ്റ്റ് സബ്ജക്റ്റഡ് ടു ടോർഷൻ ഒള്ളി, ടോർഷൻ മാത്രമുള്ള കേസാണ് പറയുന്നത്. ടോർഷൻ ഒള്ളി, ഷാഫ്റ്റ് സബ്ജക്റ്റഡ് ടു ടോർഷൻ ഒള്ളി. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. ടോർഷണൽ ഇക്വേഷൻ്റെ അകത്തു നിന്നാണ് ഇത് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഇക്വേഷൻ ടോമാക്സ് ഈസ് ഈക്വൽ ടു 16 MTD ഔട്ടർ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ഡി ഔട്ടർ റേസ് ടു 4 മൈനസ് ഡി ഇന്നർ റേസ് ടു 4 ഫോർ എ ഇതിൻ്റെ കേസിലാണ് വരുന്നത്. ഹോളോ ഷാഫ്റ്റിൻ്റെ കേസിലുള്ള ഇക്വേഷനാണ് ഇത് മേളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫോർ എ സോളിഡ് ഷാഫ്റ്റ് ഇക്വേഷൻ ഇങ്ങനെയായി മാറും. സോളിഡ് ഷാഫ്റ്റിൻ്റെ കേസ് എത്തുമ്പം എന്താണ്, ഡി ഔട്ടർ ഡി ഇന്നർ എന്നൊരു കൺസെപ്റ്റ് ഇല്ല. ഡി ഇന്നർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഡി ഔട്ടർ എന്ന് പറയുന്നത് വെറും ഡി മാത്രമായിരിക്കും. അപ്പോൾ ആ
കാര്യങ്ങൾ ഒന്നാമത്തെ ഇക്വേഷൻ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾ കാണാതൊന്നും പഠിക്കേണ്ട. ഈ ഇക്വേഷൻസ് നിങ്ങളുടെ ഡേറ്റാ ബുക്കിൽ ഞാൻ ഇതിനു മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞ ആ പേജസിൽ കൊടുത്തിട്ടുണ്ട്. സോ ആ പേജിൽ നിന്ന് കറസ്പോണ്ടിങ് ഇക്വേഷൻസ് എടുത്താൽ പ്രോബ്ലം ചെയ്യാം. സോ ഷാഫ്റ്റ് സബ്ജക്റ്റ് ടു ടോർഷൻ ഉള്ളിയാണെങ്കിൽ ടോമാക്സ് ഈസ് ഈക്വൽ ടു 60 md ഡി ഔട്ടർ ബൈ പൈ ഡി ഔട്ടർ റേസ് ടു 4 മൈനസ് ഡി ഇന്നർ റേസ് ടു 4 എന്ന് പറയുന്നൊരു ഇക്വേഷൻ നിങ്ങളുടെ ഡേറ്റാ ബുക്കിൽ നിങ്ങൾക്ക് കിട്ടും. ആ ഇക്വേഷൻ ഹോളോ ഷാഫ്റ്റിൻ്റെ ആണ്. സോളിഡ് ഷാഫ്റ്റിൻ്റെ ആകുമ്പം ഡി ഇന്നർ 0 കൊടുക്കുക, ഡി ഔട്ടറിന് സ്മോൾ ലെറ്റർ ഡി എന്ന് മാത്രം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സോളിഡിൻ്റെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇതെങ്ങനെ വന്നു എന്നുള്ളതും കൂടെ ഒന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമേ എന്തായിരുന്നു നമ്മുടെ മൊഡ്യൂളിൽ ഇതിന് മുമ്പത്തെ കേസിൽ നമ്മൾ ടോർഷണൽ ഇക്വേഷനൊക്കെ പഠിച്ചിരുന്നു. ടോ ബൈ ജെ ഇസ് ഈക്വൽ ടു ടി ബൈ ആർ എന്നായിരുന്നു പഠിച്ചിരുന്നത്. ആക്ച്വലി ആ ടി തന്നെയാണ് ഈ എം ടി എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് നമ്മൾ അന്നേരം ടി എന്ന് പഠിച്ചിരുന്ന ആ ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് തന്നെയാണ് ഇവിടത്തെ കൊടുത്തിട്ടുള്ളത്. ജെ എന്ന് പറഞ്ഞാൽ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ. സോ എന്താണ് ഫോർ എ ഹോളോ ഷാഫ്റ്റ് പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഇക്വേഷൻ നമുക്കറിയാം. പൈ ബൈ 32 ഡി ഔട്ടർ റേസ് ടു 4 മൈനസ് ഡി ഇന്നർ റേസ് ടു 4 എന്നാണ്. സോ ആ ഇക്വേഷൻ എന്ത് ചെയ്യുക, ഇവിടേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ആ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈ ഇക്വേഷൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും, ജെയുടെ ഇക്വേഷൻ. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ റേഡിയസ് എന്ന് പറയുന്ന ഈ ടേം ഉണ്ടല്ലോ, അതിന് പകരം റേഡിയസ് ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ബൈ 2. ഡയമീറ്റർ മീൻസ് ഔട്ടർ ഡയമീറ്റർ ബൈ 2. അപ്പോൾ ഈ ഡി ഔട്ടർ ബൈ 2 ഇവിടേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. സോ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ അകത്തെ കട്ട് ചെയ്ത് കളയാനുള്ള ടൈംസ് എല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കിട്ടും. സോ ഇതാണ് ഒരു ഒന്നാമത്തെ ഇക്വേഷൻ. സോ പേജ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുള്ള പേജ് നമ്പർ 7.21 PSG-ലും പേജ് നമ്പർ 50 കെ മഹാദേവൻ്റെ ടെക്സ്റ്റിലും ഇത് കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ, ദ ഷാഫ്റ്റ് സബ്ജക്റ്റഡ് ടു ബെൻഡിങ് ഒള്ളി. ആദ്യം പറഞ്ഞത് ടോർഷൻ ഒള്ളി, രണ്ടാമത്തത് ബെൻഡിങ് ഒള്ളി. സോ ബെൻഡിങ് ഒള്ളിയുടെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡേറ്റാ ബുക്കിൽ. പേജ് നമ്പർ സെയിം പേജിൽ തന്നെ നമുക്ക് ഇതാ ഇവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തത് ബെൻഡിങ് സ്ട്രെസ് ഫോർ എ ഹോളോ ഷാഫ്റ്റ് ഈസ് ഈക്വൽ ടു 32 MB ഡി ഔട്ടർ ബൈ പൈ ഇൻറ്റു ഡി ഔട്ടർ റേസ് ടു 4 മൈനസ് ഡി ഇന്നർ റേസ് ടു 4. MB എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ശ്രദ്ധിക്കണം, ഇതിന് MB എന്ന് പറഞ്ഞാൽ മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ്. MT ആയിരുന്നു ഇതിന് മുമ്പത്തെ, അത് മാക്സിമം ട്വിസ്റ്റിംഗ് മൊമെൻറ്റ്. സോ MB ഈസ് ഈക്വൽ ടു മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. സോ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചതാണ്. എന്താണ്, M/I ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ വൈ എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ പഠിച്ചത്. സോ അതിൻ്റെ അകത്ത് ആ പറയുന്ന y ഈസ് ഈക്വൽ ടു d/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ തന്നെ മൊമെൻറ്റ് ഓഫ് y ഈസ് ഈക്വൽ ടു d/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I എന്ന് പറയുന്നതിന് ടേമിന് പകരം പൈ ബൈ 64 ഡി ഔട്ടർ റേസ് ടു 4 മൈനസ് ഡി ഇന്നർ റേസ് ടു 4 ഫോർ എ ഹോളോ ഷാഫ്റ്റ്. ഇക്വേഷൻസ് രണ്ടും എന്ത് ചെയ്യുക, ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു സിഗ്മയ്ക്ക് മാത്രം ഒരു ആൻസർ കിട്ടും. ആ കൊടുത്തിരിക്കുന്നതാണ് ഈ കിട്ടുന്ന ഇക്വേഷൻ നമ്പർ 3. അതിൻ്റെ അകത്ത് ഡി ഔട്ടറിന് ഡി ഇന്നറിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന 32 MB ഇൻറ്റു ഡി ഔട്ടർ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ഡി ഔട്ടർ റേസ് ടു 4 മൈനസ് ഡി ഇന്നർ റേസ് ടു 4 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ അകത്ത് ഡി ഔട്ടറിന് ഡി എന്നും ഡി ഇന്നറിന് 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താ കിട്ടും, ഈ താഴത്തെ ഇക്വേഷൻ ഫോർ സോളിഡ് ഷാഫ്റ്റ് കിട്ടും. അപ്പോൾ ഷാഫ്റ്റ് സബ്ജക്റ്റ് ടു ബെൻഡിങ്ങിൻ്റെ ഇക്വേഷനും കിട്ടി. അതാണ് നമ്മുടെ ഡേറ്റാ ബുക്കിൽ തന്നെ ഉണ്ട് പേജസ്. നിങ്ങൾ ഇക്വേഷൻസ് നന്നായിട്ട് എന്തൊക്കെയാണ് ടേംസ് എന്നുള്ളത് പഠിക്കുക, ഇക്വേഷൻ കാണാതൊന്നും പഠിക്കേണ്ട. ഷാഫ്റ്റ് സബ്ജക്റ്റ് ടു കമ്പൈൻഡ് ബെൻഡിങ് ആൻഡ് ട്വിസ്റ്റിംഗ് മൊമെൻറ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് ഇതാണ്, കാരണം കൂടുതൽ പ്രോബ്ലംസ് ചോദിക്കുന്നത് ഈ ഒരു പാർട്ടിൽ നിന്നാണ്. പിന്നെ ഷാഫ്റ്റ് സബ്ജക്റ്റ് ടു കമ്പൈൻഡ് ബെൻഡിങ് ആൻഡ് ട്വിസ്റ്റിംഗ് മൊമെൻറ്റ്, ദ ഷാഫ്റ്റ് ഡിസൈൻ ഈസ് ബേസ്ഡ് ഓൺ 2 തിയറി ഓഫ് ഫെയിലിയേഴ്സ്. 2 തിയറി ഓഫ് ഫെയിലിയേഴ്സ് ആണ്. ഫസ്റ്റ് വൺ മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി അല്ലെങ്കിൽ ഗെറ്റ്സ് തിയറി യൂസ് ചെയ്തിട്ടാണ്. ഗെറ്റ്സ് തിയറി നമ്മൾ യൂസ് ചെയ്യുന്നത് ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ കേസസിലാണ്. ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ കേസസിൽ ഗെറ്റ്സ് തിയറി, അതേപോലെ റാങ്കൈൻസ് തിയറി അല്ലെങ്കിൽ മാക്സിമം നോർമൽ സ്ട്രെസ് തിയറി നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രിട്ടിൽ മെറ്റീരിയലിൻ്റെ കേസിലാണ്. അപ്പോൾ 2 മെറ്റീരിയലിൻ്റെ ബേസിസിൽ 2 തിയറീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യുന്നത്. ഫോർ എ ബ്രിട്ടിൽ മെറ്റീരിയൽ വി യൂസ് റാങ്കൈൻസ് തിയറി. For ductile material we use maximum shear stress theory or Guess theory. So അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ഒന്നാമത്തെ ഫോർ എ ഡക്റ്റൈൽ മെറ്റീരിയൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഫോർ എ ഡക്റ്റൈൽ മെറ്റീരിയൽ യൂസിങ് ഗെറ്റ്സ് തിയറി. എന്തായിരുന്നു ഗെറ്റ്സ് തിയറി? മാക്സിമം ടോ മാക്സ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സിഗ്മ ബി റൈസ് സ്ക്വയർ പ്ലസ് 4 ടോ സ്ക്വയർ. ഇതിന് മുമ്പത്തെ മൊഡ്യൂൾസിൽ നിങ്ങൾ പഠിച്ച് ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ? മാക്സിമം ടോയും മാക്സിമം സിഗ്മ ബിയും ടോ മാക്സും ഒക്കെ കണ്ടുപിടിക്കുന്നത്. സോ ടോ മാക്സിൻ്റെ ഇക്വേഷൻ ഇതായിരുന്നു. ആസ് പെർ ഗെറ്റ്സ് തിയറി ടോ മാക്സ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ ബി സ്ക്വയർ പ്ലസ് 4 ടോ സ്ക്വയർ. എന്താണ് ടോ?
ഷിയർ സ്ട്രെസ് ഡ്യൂ ടു ട്വിസ്റ്റിംഗ് മൊമെൻ്റ് അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ്സ്. സിഗ്മ എന്ന് പറഞ്ഞാൽ ബെൻഡിങ് സ്ട്രെസ്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ടോയും സിഗ്മയും ഒക്കെ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. സിഗ്മയുടെ ഇക്വേഷനും ടിയോയുടെ ഇക്വേഷൻ നമുക്കറിയാം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ടി ഈസ് ഈക്വൽ ടു π/60 ടോ ഡി ക്യൂബ് എന്നൊക്കെ പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. അതേപോലെ എം ഈസ് ഈക്വൽ ടു π/32 സിഗ്മ എം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇക്വേഷൻ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലോ ഫസ്റ്റ് മൊഡ്യൂളിലോ ഒക്കെ പഠിച്ചിരുന്നു. സോ അതിൻ്റെ അകത്തുനിന്ന് തന്നെയാണ് നമുക്ക് എന്ത് ഇവിടെ സിഗ്മ ബിയുടെ ഇക്വേഷനും ടോയുടെ ഇക്വേഷനും കിട്ടുന്നത്. സിഗ്മ ബി എന്താണ്? 32m/πd³. ടോ എന്താണ്? 16t/πd³. നമ്മൾ എന്ത് ചെയ്യണം? ഈ സിഗ്മ ബിയും ടോയും ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ടോ മാക്സ് ആണ്. ഓക്കെ, ടോയും ടോ മാക്സും ഒന്നല്ല. ടോ മാക്സ് ഈസ് ഈക്വൽ ടു ½ സിഗ്മ ബി സ്ക്വയർ പ്ലസ് 4 അതിൻ്റെ സിഗ്മ ബിക്ക് 32m/πd³ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടോയ്ക്ക് 60t/πd³ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൻ്റെ അകത്തുനിന്നും നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ അകത്ത് രണ്ടിൻ്റെ അകത്തും കോമൺ ആയിട്ട് വരുന്നൊരു ടേം ഉണ്ട്. ഏതാണ്? ഡിനോമിനേറ്ററിലെ πd³, അതേപോലെ ന്യൂമറേറ്ററിലെ 16. ഇവിടെ എത്രയാണ്? 32 എന്ന് പറഞ്ഞാൽ 2 × 16 എന്ന് നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഈ ഇക്വേഷനെ നമ്മൾ മൊത്തത്തിലൊന്ന് മാറ്റി എഴുതുന്നു. ഈക്വൽ ടു 1/2 പുറത്തെടുത്തു. 1/2 പുറത്ത് കിടപ്പുണ്ട്. 1/2 × റൂട്ട് ഓഫ്, നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ കഴിയുന്ന എന്തോ റൂട്ടിൻ്റെ അകത്ത് തന്നെ 16/πd³ എന്ന് പറയുന്നൊരു ടേം നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. 16/πd³ ഇൻറ്റു പിന്നെന്താ വരുന്നത്? 2m² ഡിവൈഡഡ് ബൈ 1 പ്ലസ് 4 × t². ഇത്രയായിരിക്കും അതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് നമുക്ക് ഇപ്പം നമ്മൾ പുറത്തെടുത്ത 16πd³ റൂട്ട്, അപ്പോൾ റൂട്ടും സ്ക്വയറോട് വരുമ്പോൾ 16/πd³ മാത്രം പുറത്ത് വരും. പുറത്തൊരു 1/2 കിടപ്പുണ്ട്. 1/2 അവിടെ കിടക്കട്ടെ. ഒപ്പം എന്താണ്? റൂട്ട് ഓഫ്, ഇവിടെ ഒരു 2² കിടപ്പുണ്ട്. നമ്മൾ 2 × 16 എന്നല്ലേ എടുത്തേ. അവിടെ ഒരു 2² കിടപ്പുണ്ട്. ഇവിടെ ഒരു 4 കിടപ്പുണ്ട്. അപ്പോൾ 2² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 + 4 എന്ന് റൂട്ടിൻ്റെ അകത്ത് വരും. 4 + 4 എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് എന്ത് ചെയ്യാം? ഒരു 4 കോമൺ എടുക്കാം. 4 × m² + t² എന്ന് കിട്ടും. റൂട്ടിൻ്റെ അകത്താണ്. അപ്പോൾ റൂട്ടിൻ്റെ അകത്തു നിന്ന് 4നെ പുറത്തെടുക്കുമ്പോൾ എന്താവും? റൂട്ടിനുള്ളിൽ കിടക്കുന്ന 4 പുറത്ത് വരുമ്പം 2 ആയിട്ട് മാറും. സോ 2 ആയിട്ട് മാറും. ഇവിടെ ഒരു 1/2 കിടപ്പുണ്ട്. അപ്പം 1/2 കിടപ്പുണ്ട്. 2 × 2 കൂടെ കട്ടായിപ്പോവും. അവസാനം എന്ത് കിട്ടും? m² + t² മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? m² + t² മാത്രമേ ഉള്ളൂ. ആദ്യമേ എടുത്ത 16/πd³ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ കിട്ടി? 16/πd³ ഇൻറ്റു റൂട്ട് ഓഫ് m² + t² എന്ന് കിട്ടി. അതിൻ്റെ അകത്ത് എന്താണ്? ടോമാക്സ് ഈസ് ഈക്വൽ ടു ആണ്. അതിൻ്റെ അകത്തുനിന്ന് ഇതിനെ എന്ത് ചെയ്തു? നമ്മളിപ്പോൾ ഉള്ള ഈ ടേമിനെ കൂടെ ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ കൊണ്ടുപോകുന്നു. അപ്പം πd³/16 ഇൻറ്റു ടോമാക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് m² + t² എന്ന് കിട്ടും. ഇതിൻ്റെ അകത്തെ ഈ റൂട്ട് ഓഫ് m² + t², ഇതിനെയാണ് നമ്മൾ ഈക്വലൻ്റ് ട്വിസ്റ്റിംഗ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈക്വലൻ്റ് ട്വിസ്റ്റിംഗ് മൊമെൻറ്റിനെ ക്യാപിറ്റൽ ലെറ്റർ ടി സഫിക്സ് ഇ എന്നാണ് പറയുന്നത്. ടി ഇ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് m² + t². ടി ഇ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് m² + t². അതിനെയാണ് ഈക്വലൻ്റ് ട്വിസ്റ്റിംഗ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ഈക്വലൻ്റ് ട്വിസ്റ്റിംഗ് മൊമെൻ്റിൻ്റെ ഇക്വേഷൻ π/16 ടോമാക്സ് ഇൻറ്റു d³. ഓക്കെ, π/16 ടോമാക്സ് ഇൻറ്റു d³. സോ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിത് എഴുതിയിട്ട് തന്നെ പഠിക്കുക. ടി ഈസ് ഈക്വൽ ടു m² + t² റൂട്ട് ദാറ്റ്സ് ഈക്വൽ ടു π/60 ടോ d³. ഇനി സെക്കൻഡ് വൺ, ആസ് പെർ റാങ്കൈൻസ് തിയറി സിഗ്മ ബി മാക്സ് ഈസ് ഈക്വൽ ടു എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇത്രമായിരുന്നു. ½ സിഗ്മ ബി സ്ക്വയർ + 4² പ്ലസ് ½ സിഗ്മ ബി അല്ലെങ്കിൽ സിഗ്മ b/2. ഓക്കെ, ആ ഇക്വേഷൻ നമ്മൾ അങ്ങനെ തന്നെ എഴുതി. സിഗ്മ b/2 പ്ലസ് ½ സിഗ്മ ബി സ്ക്വയർ + 4² എന്ന് എഴുതി. ഇനി എന്ത് ചെയ്തു? സിഗ്മ ബിയുടെ ഇക്വേഷൻ നമുക്കറിയാം 32m/πd³. ടോയുടെ ഇക്വേഷനും അറിയാം 60t/πd³. ഇത് രണ്ടും എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ്റെ അകത്തേക്ക് തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോമൺ എടുക്കാൻ കിട്ടുന്നത് 32/πd³ എന്ന് പറയുന്നൊരു ടേം നമ്മൾ കോമൺ ആയിട്ട് എടുക്കും. ഇത്രയും കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? മുമ്പേ കിട്ടിയതുപോലെ തന്നെ m² + t² നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഒപ്പം ഒരു ½ m എന്ന് പറയുന്ന ടൈം ഈ ഫസ്റ്റ് വന്ന ½ സിഗ്മ ബിയുടെ ഭാഗത്ത് ഒരു ½ m കൂടെ നമുക്ക് എക്സ്ട്രാ വരും.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഒരുമിച്ച് എഴുതിയതിന് ശേഷം ഈ പറയുന്ന 32d/πd³ കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പം പൈ d³/32 ഇൻറ്റു സിഗ്മ ബി എന്ന് കിട്ടും. സോ പൈ d³/32 ഇൻറ്റു സിഗ്മ ബി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം പ്ലസ് √m² + t². അതിനെയാണ് നമ്മൾ ഈക്വലൻ്റ് ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ഈക്വലൻ്റ് ബെൻഡിങ് മൊമെൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ടേം എം, ക്യാപിറ്റൽ ലെറ്റർ എം സഫിക്സ് ഇ ആണ്. എം ഇ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m plus √m² + t², that is equal to π/32 സിഗ്മ ബി ഇൻറ്റു d³. അപ്പം ഡേറ്റാ ബുക്കിൽ ഈ ഇക്വേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോർ എ ഹോളോ ഷാഫ്റ്റ്, ഇപ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ സോളിഡ് ഷാഫ്റ്റിൻ്റെ കേസായിരുന്നു. ഫോർ എ ഹോളോ ഷാഫ്റ്റ് എന്താണ് ഈക്വലൻ്റ് ട്വിസ്റ്റിംഗ് മൊമെൻ്റ് എന്താണ്, ഈക്വലൻ്റ് ബെൻഡിങ് മൊമെൻ്റ് എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഈക്വലൻ്റ് ട്വിസ്റ്റിംഗ് മൊമെൻ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, √m² + t² ഈസ് ഈക്വൽ ടു π/60 ടോ d³ എന്നുള്ളത് മാറിയിട്ട് എന്താവും, d outer cube ഇൻറ്റു 1 - k⁴ എന്നാവും. എന്താണ് k? k is the ratio of d inner ഡിവൈഡഡ് ബൈ d outer. d inner to d outerൻ്റെ റേഷ്യോ ആണ് k എന്ന് പറയുന്നത്. അതേപോലെ ഈക്വലൻ്റ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു m പ്ലസ് √m² + t² ഈസ് ഈക്വൽ ടു π/32 സിഗ്മ ബി d outer cube ഇൻറ്റു 1 - k⁴ എന്നായി. ഓക്കെ, അപ്പം ഈ ഇക്വേഷനും നോക്കിക്കോളുക ഫോർ എ ഹോളോ ഷാഫ്റ്റ്. അപ്പം ഈ രണ്ട് കേസസിലും നമുക്ക് എന്ത് കിട്ടും, ഡയമീറ്റർ കിട്ടും. ഇതിൽ നമ്മൾ ലാർജർ ഡയമീറ്റർ എവിടെയാണ് വരുന്നത് അതായിരിക്കും ചൂസ് ചെയ്യുന്നത്. ചൂസ് ബോത്ത് തിയറി ആൻഡ് ലാർജ് ഡയമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസിൽ സെലക്ട് ചെയ്യുന്നത്. ഹോളോ ഷാഫ്റ്റ് സബ്ജക്റ്റഡ് ടു ബെൻഡിങ്, ടോർഷൻ ആൻഡ് ആക്സിയൽ ലോഡ്. മൂന്നാമത്തെ കേസ് വരുമ്പം ഇഫ് എ ഷാഫ്റ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ആൻ ആക്സിയൽ ലോഡ് പി, ഒരു ആക്സിയൽ ലോഡ് പിയും കൂടെ വരുന്നുണ്ടെങ്കിൽ ഇൻ അഡീഷൻ ടു ടോർഷൻ ആൻഡ് ബെൻഡിങ്, ദെൻ ദ സ്ട്രെസ് ഡ്യൂ ടു ആക്സിയൽ ലോഡും കൂടെ എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യപ്പെടും. ആഡ് ടു ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യും. അപ്പം ഇതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഓഫ് എ ഷിപ്പ് ഒക്കെയാണ്. ഇതിൻ്റെ ഇത്തരത്തിലുള്ള എക്സാമ്പിൾ ഇക്വേഷൻ നമ്മുടെ പേജ് നമ്പർ 7.21 51 ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, d outer cube ഈസ് ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു ടോ ഇൻറ്റു 1 - d inner by d outer all raised to 4 into √kb into mb plus alpha p d outer divided by 8 into 1 + d inner square by d outer square the whole square plus kt md square. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഡാറ്റാ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളിതിൻ്റെ അകത്ത് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഹോളോ ഷാഫ്റ്റിൻ്റെ കേസിലുള്ള ഇക്വേഷനാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു സോളിഡ് ഷാഫ്റ്റിൻ്റെ കേസിലുള്ള ഇക്വേഷനാണ് വേണ്ടത് എങ്കിൽ എന്ത് ചെയ്യുക, ഫോർ എ സോളിഡ് ഷാഫ്റ്റിൻ്റെ കേസിലുള്ള ഇക്വേഷനാണ് വേണ്ടെങ്കിൽ നമ്മൾ d ഇന്നറിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, d ഔട്ടറിന് d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെയൊക്കെ എന്താവും, ഇവിടെ d ആവും. ഈ d ഇന്നർ എന്ന് പറയുന്ന ഈ ടേം ഉണ്ടാവില്ല, കാരണം ഇത് 0 ആയിട്ട് മാറും. d ഔട്ടറിന് ഇവിടെ d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെയും d ഇന്നറിൻ്റെ ടേമിൽ വരുമ്പം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇക്വേഷൻ എന്താവും, ഒന്നും കൂടെ ചെറുതാവും. സോ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡിക്ക് ഫോർ എ സോളിഡ് ഷാഫ്റ്റ് ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് കുറേ അധികം അൺനോൺ ടേംസ് ഉണ്ട്. നിങ്ങളുടെ ഡേറ്റാ ബുക്കിൽ തന്നെ ആ ടേംസ് എന്തൊക്കെയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് KB, KT എന്നീ രണ്ട് കോൺസ്റ്റൻറ്റുകളുണ്ട്. KB എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് ഷോക്ക് ആൻഡ് ഫാറ്റിക് ഫാക്ടർ ഫോർ MB. അതേപോലെ KT എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് ഷോക്ക് ആൻഡ് ഫാറ്റിക് ഫാക്ടർ അപ്ലൈഡ് ഫോർ MT. ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പം നോക്കാം. ഡേറ്റാ ബുക്ക് യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആക്സിയൽ ലോഡ്, ദെൻ ആൽഫ എന്ന് പറഞ്ഞാൽ കോളം ആക്ഷൻ ഫാക്ടറാണ്. ആൽഫയുടെ വാല്യൂ നോർമലി ടെൻസൈൽ ലോഡിന് 1 ആണ്. അതേപോലെ L/R റേഷ്യോ നമ്മൾ എടുക്കുന്നുണ്ട്. L/R റേഷ്യോ, അപ്പോൾ L/R റേഷ്യോ 115, 150ക്ക് ലെസ് ദാൻ 150 ആണെങ്കിൽ നമ്മൾ ഇതിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യും. ഈ ഇക്വേഷൻ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, കാണാതെ പഠിക്കേണ്ട, ഇതെല്ലാം ഡേറ്റാ ബുക്കിലുണ്ട്. ഫോർ L/R ഗ്രേറ്റർ ദാൻ 115 ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ, താഴത്തെ സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ആൽഫ കണ്ടുപിടിക്കും. അതേപോലെ ലെങ്ത് L എന്ന് പറയുന്നത് ഷാഫ്റ്റിൻ്റെ ലെങ്ത് ആണ്. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. ക്വസ്റ്റിന് തരും, അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. d/2 തന്നെയാണ് ഫോർ എ സോളിഡ് ഷാഫ്റ്റ്. ഫോർ എ ഹോളോ ഷാഫ്റ്റ് d outer square plus d inner square by 4 ആണ് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ ഇക്വേഷന്. ഓക്കെ, ഇനിയുള്ളത്
ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ കേസ് വരുന്നത്. ഇനിയുള്ളത് എൻഡ് കണ്ടീഷൻ അല്ലെങ്കിൽ എൻഡ് കണ്ടീഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയും. എൻഡ് കണ്ടീഷൻ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാനുള്ള പേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റാ ബുക്കിൽ 6.8 PSG 52 4 K മഹാദേവൻ. അവിടെ ചെന്നാൽ എന്നും കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് എല്ലാ ടൈംസും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആ ടൈംസിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ളത് ഇതിൻ്റെ അകത്ത് ഓക്കെ, ഇതിൻ്റെ അത് ഡയമീറ്റർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഇക്വേഷൻ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച നമുക്കിതിന് മുമ്പത്തെ ഇപ്പോൾ നമ്മൾ എഴുതി നിർത്തിയ ആ ലാസ്റ്റ് ഇക്വേഷൻസിൻ്റെ അകത്ത് നമുക്ക് ഡയമീറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പി എന്ന് പറയുന്ന ടൈം പുട്ട് ആക്സിയൽ ലോഡ് പി ഈസ് ഈക്വൽ ടു 0 ഇൻ ദ എബോവ് ഇക്വേഷൻ. ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത ഇക്വേഷനകത്ത് പിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആ ഒരു ഡയമീറ്റർ കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ആക്സിയൽ ലോഡ് പി ഇസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് എന്താണ് നമുക്ക് ബെൻഡിങ് ആൻഡ് ടോർഷനുള്ള കേസിൻ്റെ ഡയമീറ്റർ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ പേജ് നമ്പർ 6.8ൻ്റെ അകത്തുള്ള എൻഡ് കണ്ടീഷൻ കോഎഫിഷ്യൻറ്റ്സ് കണ്ടുപിടിക്കുന്നത്. N is equal to 1, 2, 4.25 ഇങ്ങനെ വരുന്ന ഓരോ കണ്ടീഷനുണ്ട്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഡേറ്റാ ബുക്കിൻ്റെ അകത്തെ പേജ്. നിങ്ങളുടെ ഡേറ്റാ ബുക്കിൻ്റെ അകത്തെ പേജിൻ്റെ അകത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ ഇക്വേഷൻ, ടോമാക്സ്, സിഗ്മയെ, ഡിയോട്ടറിൻ്റെ ഇക്വേഷനെ, അതേപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റേഷനറി KB യുടെ വാല്യൂ, KTൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്, അതേപോലെ ആൽഫയുടെ ഇക്വേഷൻസ്, ഇതെല്ലാം ഡേറ്റാ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്കിതിൻ്റെ അഡ്വാൻസ്ഡ് നമ്മൾ ഈ മെത്തേഡുകൾ യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.